നമസ്കാരം. IPL-ിലൂടെ വീണ്ടും ഒരു ഇന്ത്യൻ താരോദയത്തിന് ക്രിക്കറ്റ് ലോകം സാക്ഷിയായിരിക്കുകയാണ്. 14 വയസ്സ് മാത്രമുള്ള രാജസ്ഥാൻ റോയൽസിന്റെ വണ്ടർ കിഡ് വൈഭവ് സൂര്യവംശിയാണ് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ തരംഗമായി മാറിയിരിക്കുന്നത്. പരിക്കേറ്റ നായകൻ സഞ്ജു സാംസണിന് പുറത്തിറക്കേണ്ടി വന്നപ്പോൾ പകരക്കാരനായാണ് വൈഭവിന് ഓപ്പണിംഗിലേക്ക് നറുക്കുവീണത്. നേരിട്ട ആദ്യ 3 ബോളുകളിൽ 2 സിക്സർ അടക്കം 13 റൺസ് വാരിക്കൂട്ടിയാണ് താരം ഞെട്ടിച്ചത്. 20 ബോളിൽ 34 റൺസ് വാരിക്കൂട്ടി വൈഭവ് ക്രീസ് വിടുകയും ചെയ്തു. 3 സിക്സറുകളും 2 ഫോറും കൗമാര താരത്തിന്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു. ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസി ലീഗായ IPL-ൽ കളിക്കാൻ ലഭിച്ച അവസരം കൗമാര താരം ശരിക്കും മുതലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മത്സരത്തിൽ കളിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു വമ്പൻ റെക്കോർഡ് വൈഭവിനെ തേടിയെത്തിയിരുന്നു. IPL-ൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡാണ് ഈ ഇടം കയ്യൻ ബാറ്ററെ തേടിയെത്തിയത്. നായകൻ സഞ്ജു സാംസന്റെ അഭാവത്തിൽ യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയുമാണ് രാജസ്ഥാൻ റോയൽസിനായി ഓപ്പണിംഗിൽ ഇറങ്ങിയത്. കമന്റേറ്റർമാരും കാണികളുമെല്ലാം ഒരേപോലെ ഉറ്റുനോക്കിയത് വൈഭവിന്റെ പ്രകടനം തന്നെയായിരുന്നു. 14 വയസ്സ് മാത്രമുള്ള ഈ താരത്തിന് കന്നി മത്സരത്തിൽ എന്തു ചെയ്യാൻ സാധിക്കുമെന്നതാണ് എല്ലാവരുടെയും നെഞ്ചിടിപ്പ് കൂട്ടിയത്. പക്ഷെ തനിക്ക് കന്നി IPL മത്സരം കളിക്കുന്നതിന്റെ യാതൊരു സമ്മർദ്ദവും ഇല്ലെന്ന് നേരിട്ട ആദ്യ ബോളിൽ തന്നെ വൈഭവ് കാണിച്ചു തന്നു. പരിചയസമ്പന്നനായ ഷർദുൽ ഠാക്കൂർ എറിഞ്ഞ ആദ്യ ഓവറിലെ 4ാമത്തെ ബോളിലാണ് താരത്തിന് സ്ട്രൈക്ക് ലഭിച്ചത്. എന്നാൽ ഷർദുലിനോട് യാതൊരു ബഹുമാനവും കാണിക്കാതെ സിക്സർ പറത്തിയാണ് വൈഭവ് IPL-ലേക്ക് വരവറിയിച്ചത്. ഓഫ് സ്റ്റംപ് ഏരിയയിൽ വന്ന ഗുഡ് ലെങ്ത് ബോള് കവർ ഏരിയയ്ക്ക് മുകളിലൂടെ വെടിയുണ്ട കണക്കെയുള്ള ഷോട്ടിലൂടെ വൈഭവ് സിക്സറിലേക്ക് പായിക്കുകയായിരുന്നു. അടുത്ത ബോള് താരം സിംഗിൾ എടുത്തു. 2ാം ഓവറിൽ ആവേശ് ഖാനാണ് പന്തെറിഞ്ഞത്. 2ാമത്തെ ബോളിലാണ് വൈഭവിന് സ്ട്രൈക്ക് ലഭിച്ചത്. ഷർദുലിന് പിന്നാലെ ആദ്യ ബോളിൽ സിക്സർ അടിച്ചാണ് ആവേശിനെയും വൈഭവ് വരവേറ്റത്. ആദ്യ ഫുൾ ടോസ് ആണ് ആവേശ് പരീക്ഷിച്ചത്. എന്നാൽ ബൗളറുടെ തലയ്ക്ക് മുകളിലൂടെ ലോങ് ഓൺ ഏരിയയിൽ വൈഭവിന്റെ സിക്സർ ലാൻഡ് ചെയ്യുകയായിരുന്നു. ഓവറിലെ അവസാന ബോളിൽ താരം പുറത്താവേണ്ടതായിരുന്നു. എന്നാൽ മിഡ് വിക്കറ്റ് ഏരിയയിൽ റണ്ണിംഗ് ക്യാച്ചിന് ശ്രമിച്ച പ്രിൻസ് യാദവിന്റെ കൈകളിൽ നിന്നും ബോൾ വഴുതിപ്പോയി. ഇത് ബൗണ്ടറിയിൽ കലാശിക്കുകയും ചെയ്തു. വൈഭവിന്റെ 3ാമത്തെ സിക്സർ 8ാം ഓവറിൽ സ്പിന്നർ ദിഗ്വിജയ് ഷറാട്ടയ്ക്കെതിരെയായിരുന്നു. ഓവറിലെ അവസാന ബോളാണ് ഈ കോർണറിന് മുകളിലൂടെ പുൾ ഷോട്ട് പായിച്ച് യുവതാരം വീണ്ടും ഒരു സിക്സർ അക്കൗണ്ടിലേക്ക് കുറിച്ചത്. ഓപ്പണിംഗ് വിക്കറ്റിൽ ജയ്സ്വാളിനൊപ്പം 84 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കിയ ശേഷമാണ് വൈഭവ് ക്രീസ് വിട്ടത്. 9ാം ഓവറിൽ മാർക്രമിനെതിരെ ഷോട്ടിനായി മുന്നോട്ടിറങ്ങിയ അദ്ദേഹത്തെ LSG നായകൻ ഋഷഭ് പന്ത് സ്റ്റംപിങ്ങിലൂടെ പുറത്താക്കുകയായിരുന്നു.